മെയിൻ മാണങ്ങൾ വന്നു കേട്ടാ മെയിൻ മാണങ്ങള് എത്തിയോ മരങ്ങ് വന്ന് പൊലയാടികള് 6 മണി മാറി വരുങ്ങളെ എന്റെ അണ്ണന്റെ വന്ന് എല്ലാം കളിക്ക ഒള്ളിയപ്പടാ ഒള്ളിയപ്പ് ഇന്ന് തീർക്കുക നമ്മൾ ഒരുമിച്ചിരുന്ന് ഒള്ളിയപ്പ് എങ്ങനുണ്ട് 24 hours ചാലഞ്ച് ഒള്ളിയപ്പൊക്കെ 10 മിനിറ്റ് തീർക്കാന്നടാ കണ്ണാപ്പിന്ന് 10 മിനിറ്റ് തീർക്കുമോ 10 മിനിറ്റ് തീർത്താ നിനക്ക് ഇപ്പൊ 20,000 ഇപ്പൊ കയ്യില് 10 മിനിറ്റ് ഒരുത്തന്റെ വായത്താളത്താ കഴിഞ്ഞ് ഇപ്പൊ പോയിരിക്കണതേ ഉള്ളൂ. ഇവിടുന്ന് ഞാനങ്ങ് തീർക്കട്ടെ നോക്കട്ടെ തീർക്കളിയാ നോക്കട്ടെ. ഇതെന്ത് സൗണ്ട് ഭയങ്കര ലോ ആണല്ലോ ഇതില്. ഇവിടെ ഞാനങ്ങ് തീർക്കുവാണേ കേസ് ഇത് തീർക്കളിയാ നോക്കട്ടെ കണ്ണാപ്പി ഇപ്പൊ വരാം 1 മിനിറ്റ്. ഇവിടെ ഞാൻ തീർക്കുവാണേ കേസ് ഇത് തീർക്കുവാണേ. ശരി എന്നാ നോക്കാം. ഇനി വേറെ കുഞ്ഞുകളി ഒന്നുമില്ല. ഓട് വണ്ടി വിളിച്ചു വന്ന് കുണത്തരം പറയല്ലേ കൊണ്ടച്ചി. മാറിയില്ലേ അല്ലെ ഓടി പോളിയാ അങ്ങോട്ട്. ഓ കണ്ടായിരുന്നു വായ്ത്താളം മീൻഡിയാ കണ്ടായിരുന്നു കേട്ടാ. എടാ ഈ ബെഡ് കേറാൻ അറിയാത്ത നീയാണോ ഇത്? ആണല്ലേ ഈ ബെഡ് കേറാൻ അറിയാത്ത. എടാ ഇത് നോക്കിയോ ബെഡൊക്കെ ഭയങ്കര ചില്ല നോക്കിക്കോണോ. രണ്ടാമത്തേക്ക് ചാടിക്കോ. സ്ലോ ഒന്നും വേണ്ട അങ്ങ് ചാട്. എടാ ഈ കണ്ണാപ്പി പാർപ്പോടാ പലയാടി. നിന്റെ കോള് പറയൊന്നും വേണ്ട. എവിടെയാ വന്നത് പോലെ നീങ്ങളെ ഓക്കല്ലേ. കോള് വേണ്ട ഐ ജി കോൾസ് ഒന്നും വേണ്ട. ഞാൻ കളിച്ചോളാം കേട്ടാ. മായാവി അത്രേ ഉള്ളു മായാവി സെറ്റ്. ഇതൊക്കെ എന്ത് പേടിക്കാൻ അളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, താഴെ വീണാലും നമുക്കൊന്നും പറ്റാൻ പോണില്ല. മനസ്സിലായോ ചന്ദ്ര? നമുക്കൊന്നും പറ്റാൻ പോണില്ല. ഇത് ഗെയിമാ. ഇതൊരു ഗെയിമാ അളിയാ. താഴെ നമ്മൾ എത്ര വട്ടം താഴെ പോയിരിക്കും. താഴെ പോയടത്തു നമ്മൾ മേളിൽ കയറി വന്നിട്ടുണ്ട്. മനസ്സിലായ? താഴെ പോയ പല സാഹചര്യങ്ങളിൽ നമ്മൾ മുകളിൽ കയറി വന്നിട്ടുണ്ട്. സർവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നമ്മളുടെ അടുത്താണ് കളി. വലിയ സ്ലിപ്പാവുന്നു ഇവിടെ. കുണ്ണകളെ കോള് വേണ്ട കുണ്ണകളെ. ഈകളെ 4ാമത്തെ കട്ടിച്ചായിട്ട് ബാക്കിലോട്ടെ കേട്ടാ. ഇതിച്ചായിട്ട് ഡ്രീമറെ അവിടെ എനിക്ക് കുറച്ച് ചില്ലാവ് അവസരം തരുമോ? അവിടെ നീ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അളിയാ. നീ അവിടെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന അളിയാ. അവിടെ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കുറവ് മതി. മീൻസ് അവിടെ നീ എന്നോട് ശ്രദ്ധിക്കാൻ പറയണം. മനസ്സിലായോ? അവിടെ എനിക്ക് അത്ര മോട്ടിവേഷൻ ആവശ്യമില്ല. അവിടെ കുറച്ച് ഓവർ മോട്ടിവേറ്റഡ് ആവുന്നു ഞാൻ. മനസ്സിലായോ? റോളക്സ് ബ്രോ രഗിലിനോട് അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കോളാൻ പറ. അവൻ മാക്സിമം ട്രൈ ചെയ്തത്. റോളക്സ് ബ്രോ നിങ്ങൾ കൊറേ ഇറക്കി കേട്ടാ. ശമ്പളം മൊത്തം നിങ്ങൾ എനിക്കാണ് അവിടെ ചന്ദ്ര എനിക്ക് കുറച്ച് ഓവർ മോട്ടിവേഷൻ ആണ് അവിടെ. ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ എന്തിനാ പേടിക്കുന്നത്? ഇതൊരു ഗെയിമാണ് മയിര്. ഞാൻ പാന്റ് മാറിയിട്ട് വരാം 1 മിനിറ്റ്. ഇവിടെ എനിക്ക് ഒത്തിരി മോട്ടിവേഷൻ തരല്ലേ?
അളിയ ഞാൻ ഇത്രയും പറയാം. ഒന്നാമത്തെ ബെഡ് ഓക്കെ, രണ്ടാമത്തെ ബെഡ് സ്കിപ്പ് ആവും. മൂന്നാമത്തെ ബെഡിൽ പോയതിനു ശേഷം നാലാമത്തെ ബെഡിൽ ചാടിയിട്ട് കാല് പൊക്കി അല്ലേ? അതല്ലേ മിണ്ടല്ലേ, ഇത് ക്രൂഷ്യൽ സ്ഥലമാണ്. മിണ്ടല്ലേ അല്ലെ, ഇത്ര മോട്ടിവേഷൻ വേണ്ട കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ലൈഫില് വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്. അതായത് ഈ 3 കട്ടിലില്ലേ, ഇതാണ് ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഇത് ചാടി പോയവരൊക്കെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട്, അല്ലാത്തവന്മാരൊക്കെ മൂഞ്ചിപ്പോയി. മൂഞ്ചിപ്പോയി എന്നല്ല, ഇവിടുന്ന് താഴെ വീണവര് വീണ്ടും തിരിച്ചു വന്ന് കേറി പോയവന്മാര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ ലൈഫിലെ ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റാ. ഇവിടുന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ, മനസ്സിലായോ? ഇവിടുന്ന് എനിക്ക് പോണം. അളിയാത് സ്കിപ്പാണ്. ഇത് പിടിക്കുന്നത് ഇത് നിനക്ക് പറ്റും. മുകളിലോട്ട് നോക്ക്. പറഞ്ഞില്ലേ? ഇല്ല അളിയ, കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അളിയ ഇത് നമ്മുടെ എനിക്ക് ജീവിതത്തിൽ ഇവിടെ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ഞാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുവായിരുന്നു അത്രയും, മനസ്സിലായോ? അളിയ അല്ലേ, ഞാൻ ഇവിടാണ് എന്റെ ടാർഗറ്റ്, മനസ്സിലായി? ഇവിടെ ഞാൻ പൊക്കോളാം. ടാർഗറ്റ് എനിക്ക് പോയേ പറ്റുള്ളായിരുന്നു അവിടെ മുമ്പിലോട്ട്, മനസ്സിലായോ? ഇവിടുന്ന് മെല്ലെ ചാടിയിട്ട് ഹോൾഡ് ബ്രീത്ത് ഔട്ട്. നമ്മൾ അത്രയും വലിയൊരു സക്സസ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം. നമ്മൾ സമാധാനത്തിൽ ആശ്വസിച്ചിരിക്കണം, മനസ്സിലായോ? നമ്മൾ പെട്ടെന്ന് ചാടി കയറണം. പയ്യെ നമ്മള് വന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. ഈസി. ഇവിടെ നിന്ന് ചാട്ടം മെല്ലെ ചാർണേ. പോയോ? ഇനി ഇനി ഈസിയാണ്. ഇനി ഓടിപ്പോയി ചാടാ അങ്ങോട്ട്. ഇനി എല്ലാം വലിയ കട്ടയാ. ഇനി ഷിഫ്റ്റ് സ്പീഡിൽ ചാടേ. അടുത്തോട് സ്പീഡ്. ഇല്ല ഒന്നുമില്ല. ഒന്നുമില്ല. എന്തിരണ്ടി ഒന്നുമില്ല. ജമ്പ് റൈറ്റ് അത്ര ഉള്ളു. ചാടി വന്നാ മതി, ബാക്കി ഞാൻ നോക്കാം. എന്ത് പറയുന്നു? സെറ്റല്ലേ? ഹലോ, ഈസിയാടാ റൈറ്റ്. ജമ്പുണ്ടേ. നമ്മള് വീണ്ടും ബെഡിലെത്തി. ഒരു ഇഷ്യൂ ഇല്ല. ബെഡിൽ നമ്മള് ചുമ്മാ ചാടി കയറി. അറിയാല്ല, നമ്മളിപ്പോ ചാടി കയറിയതാണ്. സൗണ്ട് കാണല്ലേ? ഹലോ, കളിച്ചോണ്ടിരിക്കണ്ടില്ലേ? നീ കിടന്നിങ്ങനെ പട്ടി പറ്റവളോടെ അലക്കല്ലേ എന്റെ പൊതി രഘുലേ. എടാ പുണ്ടാച്ചി എടാ രഘുല, നിന്റെ ഈ ഊമ്പിയ സൗണ്ട് ഇട്ടാ കഴിവാറ പോലെ. നിന്റെ കൊണച്ച സൗണ്ട് ഇട്ടാണ് താഴെ പോയതേ. പാളത്തില്. ഇനി നിന്റെ അച്ഛൻ ജലസാധ്യത കൊണ്ടുവരും ഇവിടെ കയറിപ്പോ മോളില് രഘുലേ. നീ ഇപ്പൊ കളി തുടങ്ങിയുള്ള അളയാ സർവൈവൽ അളയാ. ഒന്നുകൂടി വൺ സെക്കൻഡ് ഈസി. പെട്ടെന്ന് ഇതേന്ന് ഓടലിയാ, ഓടി കേറ അങ്ങോട്ട്. അങ്ങോട്ട് കേറ, അത്രേ ഉള്ളു. അളിയാ ഞാൻ പറയുന്ന പോലെ കേട്ടോ. ഈ മേളിൽ കൂടെ കയറ്. ലെഫ്റ്റ് സൈഡ് മേളിൽ കൂടെ കയറ്. അളയാ ഈസിയാണ്. നേരെ പോയാൽ പോയി ചാടിയാ മതി. ഇനി നീ ആ റൈറ്റില് പതുക്കെ പോയിരുന്ന ബെഡ് അത്. പക്ഷേ മേലോട്ടോക്കിട്ട് നല്ലോണം മേലോട്ടോക്ക്. ഈ കല്ല് വീണ കേട്ടാ, ചാടിയിട്ട് പിറകിലോട്ടാക്കണേ. അതായത് നേരെ നിക്കണ കല്ല് വേണം. സൂപ്പർ. ബെഡിലോട്ടാ ചാടാൻ പറഞ്ഞത്. ഇനി മൂത്രമൊക്കെ വെച്ചിട്ട് പതുക്കെ വാ. ഓക്കെ അല്ലേ? ഈസിയാ. 2.5 മണിക്കൂർ. എങ്ങനെയാ? നേരത്തെ കണ്ണ കണ്ണമ്മ കളി
കൊളുത്തി വെച്ചാ മതി ഇരുന്നോളൂ. ഇതിവിടെ ആ ഓക്കെ സെറ്റ് ഈഗിളിലെ ഒരു സംസാരം പോലും നമ്മള് കേട്ടില്ലാട്ടാ. ഓക്കെ അല്ലേ ആ പുണ്ടച്ചി നീ അടുത്ത് ഇനി അത് ശരിക്കുള്ള ഓൺലൈൻ പോയി കാണാൻ പോന്നെ. നിന്റെ ആയിരുന്നോ? കണ്ണ ഫാസ്റ്റ് ഈകളുടെ ഫോൺ അതാണ്ട് അവിടെ ഇരിക്കുന്നു. അന്ന് ഫാനാണ് ഇവിടെ. ആണല്ലേ? കണ്ടച്ചി അതിനകത്ത് ചന്തിയും കുറപ്പിച്ച്. ഇതൊരു മേലോട്ട് കയറുന്ന ഒരു വഴിയില്ലേ? മേളിലോട്ടേ ഉള്ളു ഇതില് വഴി, താഴോട്ടില്ല. ഇപ്പൊ ഇതുവഴി വലിയ കയറുന്നത്. നേരത്തെ ലിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ലിഫ്റ്റ് ഉണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. അന്ന് ഓർമ്മയുണ്ടോ ഇതുപോലൊരു റോളക്സ്? പിറകിലോട്ടോ. ആ അതെ എനിക്കറിയാം. 50% ഡ്രോൺ ഇല്ല ഇതില് താഴെ. നീ എന്റെ സ്പീഡ് നീ എന്റെ സ്പീഡ് ശ്രദ്ധിച്ചോ? എന്റെ സ്പീഡ് എങ്ങോട്ട് പോണേ? അണ്ണാ ബെഡ് വരെ ഒരു ടൈം പറ. ബെഡ് വരെ അല്ല ഞാൻ പറയാം. ഞാൻ കേറിയതിൽ നിന്നും ഒരു 10 മിനിറ്റ് സർവൈവ് ചെയ്ത് കുറച്ചുകൂടെ മേലെത്തിയ ഇപ്പൊ 1000 രൂപ കൈ തരും. 1000 രൂപ ഇപ്പൊ കൈ തരും. അങ്ങനെ ഇല്ലെങ്കിൽ ഒന്നും തരാം. അങ്ങനെയല്ല എനിക്കൊന്നും തരാനില്ല. ഹാരിസ് ആൻഡ് ബ്രോ താങ്ക് യു സോ മച്ച് $2. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ നീ എന്നും സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഇതാണല്ലോ ചോദിക്കുന്നത്. നിന്നെ ഞാൻ എങ്ങനെ മറക്കും? ഇവിടുന്ന് പോയി നേരെ പോ. ഇവിടെ തന്നെ റൈറ്റ് വഴി വെക്കോ. ഇല്ല പയ്യനെ അറിയാം. പ്രോ ഹാക്കർ ഇത് തന്നെ കറക്റ്റ് കണ്ണാ അറിയാട്ടാ. ഇത് ഇന്നലെ കളിച്ചതാണ് കണ്ണാപ്പി. 1000 പോയി. കണ്ണ നിന്റെ മൈക്ക് വീട്ടി 1000 പോയ ഈകളുടെ ഓടണവൻ. ഈ ഗെയിം ആരെങ്കിലും ഐ അടി ഇതിൽ നമ്മ 2 മണിക്കൂർ കണ്ടോ? മറ്റേ ഇത് ബെഡ് ചാടാ. ബെഡ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഗെയിമർ ആണോ? ഒളി ഗെയിമർ. ഇങ്ങോട്ടല്ല വേറെങ്ങോട്ടാ പോണേ? അല്ല അവന് വേറെ പ്ലാൻ ഉണ്ട്. നമ്മള് കൊറച്ച് ആയ ഫീൽഡില്. ഇത് മറ്റേ സ്പീഡ് റൺ കണ്ടുപിടിച്ചവനാ. നമ്മള് കൊറച്ച് ആയ ഫീൽഡില്. ഇങ്ങനെ ഉള്ളിയപ്പോ കളിക്കാം. നമ്മളിച്ചിരി ഓപ്പിയാണ്. ഇവന് കളിക്കറിയുന്നതാണ്. അതുകൊണ്ട് മറ്റൊന്നും കൊടുക്കണ്ട. അതിന് ഹാഫ് വരുത്തണം. ഇതാണ് നേരത്തെ പറഞ്ഞത്. ലെഫ്റ്റോ അവനറിയാം. സ്പീഡ് റൺ ചേട്ടാ ആയിരം കോട് അവനെ കണ്ണാപ്പി ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോടാ? കംപ്ലീറ്റ് ചെയ്യില്ല. ഞാൻ ഇരുന്നില്ല. ഫുൾ ടൈം ഇരുന്നില്ല ഇതില്. ഇതിലെ ഇപ്പൊ ഞാൻ കൊറേ അപ്ഡേറ്റ് മാറ്റിട്ടാ. കൊറേ മാറ്റി ജമ്പ് ചെയ്ത് പോണെന്നൊക്കെ മാറ്റി. എടാ കഴിവേറി ചാറ്റിന്. ഹാരിസ് ആൻഡ് ബ്രോ താങ്ക് യു സോ മച്ച്. ചോട്ടാ സ്പോണ്ടർഷിപ്പ് ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്.
എന്നാലും എന്റെ പൊട്ട കൺട്രോളൊക്കെ വിഷയം. നീ മുടന്നി നടന്നിടത്തോടാണ് അവൻ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്നേ. ഇവിടെ അവന്റെ ഓവർ കോൺഫിഡൻസ് കഴിയുമോ? അത് തന്നെ. അങ്ങനെ ഉടന്നല്ലേ പോയെ അല്ലേ? കൊള്ളിയപ്പോ കളിക്കാൻ എന്തൊരു സുഖമായിരുന്നു. അതെ 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 ഇവിടെ പോയെ ഇതിൽ ചാടാൻ പറ്റാതെ. 1000 കൂടെ 1000 കൂടെ 1000 കൂടെ 1000 10 ഇതിവൻ കയറും എന്തായാലും ആപ്പ്. കണ്ണാപ്പി നീ ഒരു ചലഞ്ച് കണ്ണാപ്പി നീ ഒരു ചലഞ്ച്. നിന്നെ കാട്ടില് കൂടുതൽ ഞാൻ കേറാം. ഈകളെ എന്നാ എന്റെ കൂടെ ഈകളെ ഞാൻ കയറിയ സ്പീഡിനെ കാട്ടി കൂടുതൽ കയറണം. സ്പീഡല്ല, അതായത് നീ ഇപ്പൊ കയറിയ ബസ്സിനെ കാട്ടിലും കേറും. ഇവന്റെ ഹാഫ് മിനിറ്റ് തോപ്പിക്കുക. ഇവന്റെ ഹാഫ് പോയിന്റ് തോപ്പിക്കണം ബ്രോ. ഒരു മെത്തേഡ് ഉണ്ടോ താഴെ? ഇന്നലെ കളിച്ചു നിർത്തിയുള്ളതാണ് കേട്ടോ കണ്ണാപ്പി. നിനക്ക് പിന്നെ മോളിൽ ഇവിടെയാണ് അപ്ഡേറ്റ് വരുന്നത്. ഇനി എന്ത് അപ്ഡേറ്റ്? സ്ട്രൈറ്റ് ഉള്ളത് കളഞ്ഞോ? സ്ട്രൈറ്റ് വരുന്നത്. ഓ ഇത് കളഞ്ഞ സ്ട്രൈറ്റ് പോണത് കളഞ്ഞു. ഇവിടുന്ന് കയറി പോണം. ലെഫ്റ്റ് അധികം കയറാം. ഇതുണ്ടായിരുന്നു അതുവഴി പോകാൻ പറ്റത്തില്ലേ? ആ ലെഫ്റ്റ് നേരെ നമ്മൾ പോയി ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞു. മറ്റേ ഡ്രോണൊക്കെ എടുത്ത് കളഞ്ഞ ലെഫ്റ്റ്. ആ ഇവിടുന്ന് പറഞ്ഞോ. ചെറിയ ജമ്പ്. ഇനി ആ ക്രെയിനിൽ ചാടും. നീ കളിച്ചാ അവിടെ ഇവിടെ നിക്ക്. ആ ഞാൻ ഇപ്പൊ കളിച്ചു നോക്കി. കളിച്ചിട്ട് ഇത്ര എത്തിയായിരുന്നു. ഞാനൊരു ചലഞ്ച് തരട്ടെ. ഹാരിസന്റെ ഇതിന്റെ മേളിൽ കയറി. ഇതിന്റെ മേളിൽ എടാ ഇതിന്റെ മേളിൽ കയറാം. ട്യൂബിൽ ഈ ബ്ലാക്ക് ട്യൂബ്. കണ്ണാ പോയി ബിയർ മേടിച്ചടിക്കെന്ന് പറഞ്ഞ അഗസ്ത്യ 7.29. നീ അപ്ഡേറ്റ് കളിച്ചാടാ? ഇല്ല അരിയായിട്ടായി കളി പഠിച്ചത് കണ്ണാപ്പി. ഇതൊക്കെ വേറെ സ്റ്റെപ്പടേ. ആ ഓമ്പി ജമ്പ് ഉണ്ടല്ലോ. എവിടെ എത്തുന്ന ഇത് ജയിക്കുമ്പോ ഒരു ഫീൽ ഉണ്ടാവും. സത്യം പറയല ഒളിയോ എന്ത് സന്തോഷമായിരുന്നു അറിയാം ജയിച്ചപ്പോ. അയ്യോ ഓ പിന്നെ ഞാനും കംപ്ലീറ്റ്. ഇവനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റും. ഞാൻ 3 കംപ്ലീറ്റ് ചെയ്യണേ. ഈകളെ ബുള്ളറ്റ് ആണ് ആദ്യം. അങ്ങോട്ട് പോകാൻ വഴി. ബുള്ളറ്റ് കഴിഞ്ഞ് ഞാൻ 17 മിനിറ്റ്. ലെഫ്റ്റ് 17 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്താ? അന്ന് കുറെ ബഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. 17 മിനിറ്റ്. ലെഫ്റ്റ് പോ. വീട്ടിലോട്ടോ. ആ ബിൽഡിംഗ് പോടാ. ബിൽഡിംഗ് ഇങ്ങോട്ടല്ലേ? അങ്ങോട്ട് അറ്റത്തോട്ടോ ഒരു ഇതുണ്ട്. സ്റ്റെപ്പ് ഉണ്ട്. ലെഫ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ലെഫ്റ്റ് ഡ്രോണൊക്കെ എടുത്ത് കളഞ്ഞു. ഡ്രോണൊക്കെ എടുത്ത് കളഞ്ഞ സ്റ്റെപ്പ്. ആ ഇത് കാരണല്ലേ?
അന്ന് കൊറേ ഗ്ലിച്ച് ഉണ്ടായിരുന്നു വില്ലംബ്രോ വില്ലംബ്രോ അതൊക്കെ അവന്മാരെടുത്ത് കളഞ്ഞു ബഗ്ഗായി അതീ കേറി കാല് കവച്ച് നീ താഴെ പോ ഇവിടുന്ന് താഴെ ആടണോ ഇവിടെ അതുകൊണ്ട് ലെഫ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആണല്ലേ എന്താണ് വീട്ടിൽ ഇറങ്ങുമ്പോട്ടെ. അപ്പൊ കണ്ണാപ്പിയുടെ ചലഞ്ച് ക്യാഷ് പ്രൈസ് 1 2 3 4K അല്ല 500 4 നോട്ടെന്ന് പറഞ്ഞാൽ 2K വിവരം ക്യാഷ് പ്രൈസ് ഫോട്ടോ എടുക്കാം ഫ്രെയിമിൽ ഫോട്ടോ 2004 ഇട്ട് 2000 പറഞ്ഞോളൂ നിനക്ക് തിരിച്ചു പഠിച്ചോ. നീ വീഴുന്നവരെ കളിച്ചോ ബാക്കി ഞാൻ തീർത്തോളാം. ചലഞ്ച് കംപ്ലീറ്റഡ്. ചലഞ്ച് ഇവിടെ കുഴിച്ചോണ്ട കാൽ തരും. പേഴ്സിൽ ആകെ ഉണ്ടായിരുന്നത് 1500 രൂപയാണ്. 500 രൂപ കടം മേടിച്ചതാണ്. അതീ കേറി കണ്ണാപ്പി എടാ ഈഗിളിന്റെ അടുത്ത് കൊടുത്തേ. അണ്ണനെ വിളിക്കുന്നത് ചന്ദ്രനാണെന്ന് വിളിക്കുന്നത്. ഈകളെ വണ്ടി ഇവിടെ നേരത്തെ ഡ്രോണിലങ്ങ് അളിയ പൈസ കൊടുത്ത ക്യാമറ കാണിച്ചില്ല, അതങ്ങ് വാങ്ങിട്ട് ഞാൻ കളിക്കുന്ന കാണുന്നുണ്ട്. നീയോ ഞാൻ കളിക്കുന്നു വലത്തോട്ട് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? കട്ടിലടിയിൽ നിന്റെ അണ്ടി പിടിക്കും താഴെ വീണില്ലേ നീ? അതന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തോ ഇവൻ അടിയിലേ ലെഫ്റ്റിലോട്ട് നീ ഓക്കെയല്ലേ കണ്ണാപ്പി? നീ എടാ എനിക്കിത് 2 രീതിയിൽ എടുക്കാം. പറയട്ടെ, ഒന്നെന്ന് പറഞ്ഞാ നിന്നെ പോലെ ഒരു മൊണ്ണക്ക് ഇത് കളിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് പറ്റും. ഇത് അടുത്ത രീതിയിൽ എടുക്കാന്ന് പറഞ്ഞാ നിന്നെ പോലെ ഒരു മൊണ്ണ തീർത്തിട്ട് എനിക്കിത് തീർക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ച് സ്വന്തം കഴിവുകേടെന്ന് ഇത് ലൈവ് ഇത് 2 കോമൺ അല്ല തീർക്കാൻ പറ്റില്ല എന്നല്ല, അവൻ മൊണ്ണ എന്നുള്ളതാണ് കോമൺ. എന്തായാലും മൊണ്ണയാണ്. ഇല്ലടാ ഈ ലീഫി കളിച്ച് ടാസ്ക് ആണ്. ഫ്രണ്ടിൽ ഗ്ലിച്ചൊക്കെ കളഞ്ഞു പോണല്ലേ. മറ്റേ നമ്മള് ടോണിൽ പോയിട്ട് ചാടുന്നത് ബഗ് ഉണ്ടായിരുന്നു ബഗ് ശരിയാക്കാൻ പറഞ്ഞൂടാ. ഇപ്പൊ ഇത് 50% ഇപ്പൊ കാണിക്കും അവിടെ എത്തുമ്പോ. ഈ റൈറ്റ് ബസ്സിന്റെ അവിടെ ഉണ്ട്. റൈറ്റിലോട്ട് പോകും. മേള് വഴി തോന്നല്ലോ. ഇല്ല ലെഫ്റ്റ് ബസ്സിന്റെ ഈ ലെഫ്റ്റ് ബസ്. ഇവിടത്തെ മറ്റേ പില്ലോ ചാടി പോവാ അറിയോ? അതൊക്കെ അറിയാം. ഇവിടെ അല്ല ലെഫ്റ്റ് പിറകിലോട്ട്. അതെനിക്ക് അറിഞ്ഞോളണ, എനിക്ക് ഇതറിയാന്ന. അതറിയത്തില്ല. ഈസി അങ്ങ് മേളിൽ പോകും. നീ ഇത്രയും ചാടണ്ട. ഞാൻ ട്രൈ ചെയ്തത് അത് താഴെ നീ ഇവിടെ തന്നെ വരും. ആണോ? അല്ല കളിക്കട്ടെ.
ഇത് ഈ ഒരു ഇല്ല അത് എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ നമ്മൾ തിരിച്ചു വരും. ഇവിടെ ഒരു കോൺ വെച്ചു കേട്ടോ, നേരത്തെ ഇവിടെ ഒരു ബഗ് ഉണ്ടായിരുന്നു. കണ്ണപ്പി താഴെ ബെഡ്രാ, കണ്ണപ്പി താഴെ ബെഡ്രാ മയില്. ചന്ദ്ര ബെഡൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പിടുത്തം പോലും ഇല്ല എനിക്ക്. ആ കൂതി ഓട്. എല്ലാവരും ഗുഡ് മോർണിംഗ്, എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, എന്തിനുണ്ട്? രാവിലെ എനിക്ക് എന്റെ മുഖമല്ലേ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ നല്ലൊരു ദിവസമായിരിക്കും. സത്യം സത്യം. പോയി ആ നല്ല wrong way. എന്നാലും എന്റെ കുട്ട നീ എന്റെ കൈ കണ്ടവള് വീണടാ. ഇവിടെ പണ്ട് എന്തോരം ബഗ് ഉണ്ടെന്ന് അറിയാം. വണ്ടിയുടെ മോളിൽ കയറുമ്പോഴത്തേക്ക് താഴെ അഴിഞ്ഞു പോകുമായിരുന്നു. വണ്ടിയൊക്കെ മാറ്റി വേറെ ആക്കിയിടണം. ഇവന് കൊറേ പ്രശ്നം വന്നില്ല മറ്റേ കോപ്പിറൈറ്റിന്റെ. മെയിൻ സേഫ് ഏരിയ എത്തി നമ്മള്. ഇവിടെ ഒരു വീട് ഇവിടെ പറയാത്ത നന്നായി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പ്ലസന്റ് ഡേ ആവട്ടെ. റൈറ്റ് ബെഡ് ഉണ്ട്, റൈറ്റ് ബെഡ്. റൈറ്റ് ബെഡ് ആണ്. ആ അത് ഇതിന്റെ മേളിൽ, ഇതിന്റെ മേളിൽ, ഇതിന്റെ മേളിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് ഇത് തന്നെ. എല്ലാവർക്കും നല്ല കണിയായിരിക്കും കേട്ടോ. രാവിലെ കുണ്ടച്ചിയുടെ മോന്ത കണ്ടപ്പോ 2000 രൂപ പോയി എന്റെ. എല്ലാവർക്കും ലെഫ്റ്റ് റൈറ്റോട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നല്ലേ തിരിഞ്ഞു പോവാ, തിരിഞ്ഞിട്ട് നേരെ ലെഫ്റ്റോട്ടോ. ഇല്ല ഇവിടുന്ന് നേരെ റോഡിലോട്ട് റോഡ് പൊളിഞ്ഞോ, റോഡ് ചെല്ലുമ്പോഴത്തേനും പൊളിയും. അറ്റത്ത് നടക്കുന്ന ലെഫ്റ്റിലത്തെ കാർ. ധനനഷ്ടം, മാനഹാനി ഇപ്പൊ ഉടനെ ഉണ്ടാവുമായിരിക്കും. എടാ ഇത് കംപ്ലീറ്റ് ചെയ്താ എടാ ഇത് ഇപ്പൊ നീ വീടാ ഇത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈകളെ ഒരു വലിയ ചലഞ്ച് പറയാളെ. അത് വലിയൊരു ഇവന്റെ നാക്ക് ചന്ദ്രന്റെ നാക്കേ ഇത് വലിയ സീനില്ലല്ലേ. ബെഡ് എവിടെ? ഇവിടുന്ന് തന്നെ ഇതല്ലേ? കണ്ടന്റെ നാക്ക് ചന്ദ്രു അതെന്തൊരു നാക്കായിരുന്നത്. ബാക്കിലോട്ട് വലിഞ്ഞോ കണ്ണാപ്പി, അല്ലെങ്കിൽ കുരുങ്ങ് മൈരേ. അല്ല ഇത് താഴെപ്പോട്ട് ചാട്. അല്ല വേണമെന്നൊരു താഴെപ്പോട്ട് ചാടാ. അല്ലേ അത് അപ്പുറത്തോടെ ഇതുണ്ട്. നീ വന്ന വഴി തന്നെ പോയിട്ട് ആ ബെഡിലോട്ട് ചാടിക്കോ. എവിടാ ഇനി ആ ബെഡ്? ബാക്കിൽ സ്റ്റെപ്പ് ഉണ്ടോ? ഇനി ആ ബെഡ് എവിടെ? തിരിച്ചു നോക്കിയടാ, തിരിഞ്ഞു നോക്കിയേ. എവിടെ? തിരിഞ്ഞു നോക്കിയേ. എന്തൊരു നാക്കല്ലേ എന്റെ. ഓ ചന്ദ്രന്റെ എന്തൊരു നാക്ക, അത് പറയേ പോയി. ഇത് തീർക്കോ എന്ത് ചലഞ്ച്? $20. $20? തരാനുള്ള 2000 തന്ന്. ഇനി ഇതിന്ന് സൂപ്പർ ചാറ്റിൽ നിന്ന് വേണം എനിക്ക് മുതലാക്കാൻ. ആണോ ഞാൻ ഇവിടുന്ന് ഗ്രോസറി സ്റ്റോറിൽ അല്ലെങ്കിൽ നീ ഒന്നും കൂടെ വെടിച്ചാണ്ട് വരും. അതെങ്ങനെ ഇത് എവിടാ ചാടുന്ന എവിടെ നോക്കട്ടെ. ഇത് ലെഫ്റ്റിലോട്ടോ റോഡ് നോക്കിട്ടാണ്. റോഡ് നോക്കി കണ്ണാപ്പി ബാക്കിലോട്ട് വലിയണേ. ആ വലിച്ചോട്ടെ. ഈസി കണ്ണാ. ഇപ്പൊ സെറ്റായി. ചാട് ഷിഫ്റ്റ് ചാട്. ആ ടീച്ചേഴ്സ്
എടാ എടാ നീ ഇങ്ങോട്ട് തിരിച്ചില്ല. റോഡിൽ അയ്യോ റൈറ്റ് ആ ഇവിടെ തന്നെ അല്ലേ? അവനും ഒരു കഴിവില്ലാത്ത ഇല്ലില്ല സീനില്ല നമ്മൾ അത് കഴിഞ്ഞ വലിയായിട്ട് കേറിയില്ലല്ലോ. സീനില്ല എന്റെ അമ്മോ അത് നീ എന്തിനാ അവിടെ ഇത് അത് control ചെയ്യാൻ? അല്ല അത് എടാ, ഷിഫ്റ്റ് പോയി. മുമ്പോട്ട് ഇങ്ങനെ പോകും. കൺട്രോൾ രണ്ടോണം നിക്കാ മതി, അപ്പോഴേ താഴെ വീണോളൂ. കൊള്ളനാണ് കൺട്രോളുടെ മര്യാദ മൗസ് ഇറക്കി. എന്തിനാ കൺട്രോൾ ഇരിക്കുന്നത്? അപ്പൊ കുഞ്ഞി അവിടെ വീഴും, അവിടെ തന്നെ ഓ വീഴും. അങ്ങനെ ചാടി മറിഞ്ഞു ഇവിടെ. ആരും പറഞ്ഞു കൊടുക്കരുതെന്നായിരിക്കും. മനസ്സിലായില്ല എനിക്ക്. താങ്ക് യു സോ മച്ച്. ആരും പറഞ്ഞു കൊടുക്കരുതെന്നായിരിക്കും. ആരും പറഞ്ഞു കൊടുക്കരുന്നായിരിക്കും. ആരും ചുമ്മാ കിടന്ന് ഓക്കെ എടാ ആരും പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. ചലഞ്ചാണ് ഓക്കെ. പാട്ട് കൊടുത്താലും അവൻ തന്നെ കളിക്കണം. അത് പാടുള്ള കാര്യം. കാല് വരിക്കണം. പണ്ടന്മാര് ബൈക്ക് ചാടും. അപ്പൊ വില്ലനും ആ സ്പീഡറും കണ്ട്. അല്ലല്ല ഇത് ഞാൻ കളിച്ചതല്ലേ. പട്ടിത്തീട്ടം കണി കണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്താ. ഇത് തീർക്കാണെങ്കി 5000 രൂപ. നിന്റെ അച്ഛൻ ചൂപ്പൻ. അലൻ ഷിബു ബ്രോ താങ്ക് യു സോ മച്ച്. 29 rupees സൂപ്പർ ചാറ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു സാധനം ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല. അല്ല എനിക്കറിയാം അതൊക്കെ നമുക്കറിയാം. ഇവിടെ നല്ല ഇവിടുന്ന് ഞാൻ പറയുന്നത്. ഡ്രീമർ വേറൊരു പയ്യനെ കൊണ്ട് കളിച്ചിട്ട് ഫേസ് ക്യാമിൽ ആക്ഷൻ കണ്ടു. അവൻ മനസ്സിലായി ചെയ്യാൻ തീർക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ലാസ്റ്റ് അവൻ ആക്ഷൻ ഇട്ട് ആരാണ്ടെ വെച്ച് കളിപ്പിച്ചിട്ട് മറ്റേ ആക്ഷൻ കാണിച്ചു. ബുള്ളറ്റിന്റെ ഗെയിം പ്ലേ റെക്കോർഡ്. ബുള്ളറ്റ് ഫസ്റ്റ് ചേർത്ത് തിരിച്ച് ആ സൈക്കിളിൽ കയറി പോടാ. പോടാ മൈരേ. ഇവിടെ 1:19 AM. ഇത് നോക്കിയോണ പെന്ന്. റൈറ്റ് മെത്ത. നീ ബെഡ് കയറാണ്. ബെഡ് പാടാണ. ഞാൻ അതിന് നല്ല കസേര സോഫ ഇതാണ് നല്ലത്. സോഫ ആയിരുന്നു നല്ലത്. സോഫ നല്ലതാണ്. ട്രാക്ടർ എത്തി. എടാ റൈറ്റ് ബെഡ് ഉണ്ട്. റൈറ്റ് ബെഡ് ഉണ്ട് റൈറ്റില്. എവിടെ? റൈറ്റ് നേരെ അങ്ങോട്ട് റോഡിലോട്ട്. താഴെ എത്തിയേട്ടാ. ഇത് ജീജിയാ. ഒന്നും ചെയ്യാനില്ല. ഇവിടുന്ന് കേറാം. ഒരൊറ്റ കേറ്റം. അയ്യോ സൂപ്പർ കണ്ണാ. വെൽ പ്ലേ കണ്ണാ.
VP കണ്ട എന്നാ പിന്നെ ഇല്ല ഞാൻ 40 മിനിറ്റ്സ് അല്ല ഞാൻ അതിന് ശേഷം 17 മിനിറ്റ് തീർത്തായിരുന്നു ലൈവിൽ തന്നെ. ഇതൊക്കെ പറ്റുണ്ടോ നമുക്ക്? രാവിലെ ആയല്ലേ അതെന്തിനാ നീ ഇപ്പൊ പറഞ്ഞത്? ജനലിൽ കൂടെ കാണും.